എൻ്റെ അമ്മേ, ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമുള്ള എൻ്റെ മുടിയുടെ ആ ഒരു വളർച്ച, ആ ഒരു സ്പീഡ് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. കറക്റ്റ് 2 ആഴ്ചക്കുള്ളിൽ തന്നെ എൻ്റെ മുടിയിൽ വിശ്വസിക്കാൻ പറ്റാത്തൊരു മാറ്റം തന്നിട്ടുള്ള ഒരു ഹെയർ കെയർ ആണ്. എൻ്റെ ഹെയർ കെയറിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത, എനിക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത്രയ്ക്കും ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു മാറ്റം തന്നിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഹെയർ കെയറും കൂടിയാണിത്. ഇത് ഞാൻ നിങ്ങൾക്ക് തെളിവ് സഹിതം കാണിച്ചു തരാം. എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞവരുണ്ട്, ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ, എന്നെ ഒരുപാട് വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിനക്കിനി ഒരിക്കലും മുടി വളരില്ല, കോഴിവാല് പോലെയായി മൊട്ടത്തലി ആവും, നിനക്കിനി മുടി വളരാനേ പോകുന്നില്ല എന്ന് വരെ പറഞ്ഞവരുണ്ട്. അവരുടെ മുമ്പിൽ എനിക്കൊരു വാശിയായിരുന്നു, മുടി ഞാൻ വളർത്തിയെടുക്കും, വളർത്തി കാണിച്ച് കൊടുക്കുന്നുള്ളത്. അവരോടൊന്നും ഞാൻ പേഴ്സണലി പറഞ്ഞിട്ടില്ല മുടി വളർത്തി കാണിക്കുന്നുള്ളത്. ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ പറഞ്ഞ് പഠിപ്പിച്ചൊരു പാഠമുണ്ട്. ഞാൻ ഒരിക്കലും തളരില്ല, ഞാൻ മുടി വളർത്തി കാണിച്ചു കൊടുക്കും. എന്നെ ഹേർട്ട് ചെയ്തിട്ടുള്ള, എന്നെ കളിയാക്കിയവരുടെ മുമ്പിൽ വളർത്തി കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു ആ ഒരു വാശിക്ക് പുറത്ത് ചെയ്തിട്ടുള്ള ഓരോ ഹെയർ കെയറും എനിക്ക് ഒരുപാട് റിസൾട്ട് തന്നിട്ടുണ്ട്. ഒന്നല്ല, ഒരുപാട് ഹെയർ കെയർ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അതിൽ പേഴ്സണലി എനിക്ക് ഒരുപാട് റിസൾട്ട് തന്നിട്ടുള്ള രാത്രി ഞാൻ ചെയ്തു വന്നിരുന്ന ഒരു ഹെയർ കെയർ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾ കറക്റ്റ് ഒരു 2 ആഴ്ച ചെയ്തു വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകുന്ന അളവിലേക്ക് മാറ്റം തരുന്ന ഒരു മിറാക്കിൾ ഹെയർ കെയർ ആണ്. അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഹെയർ കെയറിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ആദ്യം എടുക്കുന്നത് നമ്മുടെ ചായപ്പൊടിയാണ്. ചായപ്പൊടി നമ്മുടെ മുടി ഇത്രമാത്രം വളർത്തിയെടുക്കും എന്നുള്ളത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റെ മുടി വളരാതിരുന്ന സമയത്തൊക്കെ ഞാൻ കുറേ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് കിട്ടിയതാണ് ഈ ഒരു തേയില വെള്ളം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുടി നന്നായിട്ട് വളരുന്നുള്ളത് ഞാൻ ഗൂഗിളിൽ കണ്ടതാണ് കേട്ടോ. ഇത് ചെയ്യുമ്പോഴും ഞാൻ വിചാരിച്ചിരുന്നില്ല ഇത്രമാത്രം റിസൾട്ട് ഈ ഒരു തേയിലപ്പൊടിക്ക് ഉണ്ട് എന്നുള്ളത് കേട്ടോ. അത്രയ്ക്കും എഫക്റ്റീവാണ്. അപ്പോൾ തേയിലപ്പൊടിയൊക്കെ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് തന്നെ എടുത്താൽ മതി. ഞാൻ ഇന്നിവിടെ എടുക്കുന്നത് നമ്മുടെ എവിറ്റിയുടെ 1 ടേബിൾ സ്പൂൺ നിറച്ചും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ രണ്ടാമതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ചെമ്പരത്തിയാണ്. പിന്നെ ചെമ്പരത്തി നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ, മുടി വളരാൻ നല്ലതാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ചെമ്പരത്തിയുടെ പൂക്കളാണ് ഇന്ന് എടുക്കുന്നത്. 3 പൂക്കൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് നിറച്ചും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ അളവ് കറക്റ്റായിരിക്കണം. ഒരുപാട് വെള്ളം കൂടുതൽ എടുക്കാനും പാടില്ല, കുറയാനും പാടില്ല. 1 ഗ്ലാസ് ഫുള്ളെന്ന് വെച്ചാൽ ഒരു 200 ml ഗ്ലാസ് ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. കുഞ്ഞു ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് നമ്മൾ നേരെ അടുപ്പത്ത് വെച്ച് ഇത് നല്ലതുപോലെ നമ്മൾ വെട്ടി തിളപ്പിക്കുകയാണ്. 2 ഗ്ലാസ് വെള്ളം എന്നുള്ളത് അത് ചുക്കി ചുരുങ്ങി 1 ഗ്ലാസ് ആയിട്ട് മാറും, അല്ലെങ്കിൽ ഒരു 1.25 ഗ്ലാസ് ആയിട്ട് മാറും. അങ്ങനെ നമ്മളിത് വെട്ടി തിളപ്പിക്കണം. അങ്ങനെ വെട്ടി തിളപ്പിക്കുമ്പോഴാണ് നമ്മുടെ തേയിലപ്പൊടിയുടെ ഗുണങ്ങളൊക്കെ തന്നെ നമ്മുടെ വെള്ളത്തിലോട്ട് ഇറങ്ങുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ചെമ്പരത്തിയൊക്കെ നല്ലതുപോലെ കുഴഞ്ഞ് ആ ചെമ്പരത്തിയുടെ ആ ഒരു പശപ്പുണ്ടല്ലോ, ആ ഒരു ഒട്ടൽ, ആ ഒരു ലിക്യൂഡ് അതൊക്കെ നമ്മുടെ വെള്ളത്തിലോട്ട് ഇറങ്ങി വെള്ളം നല്ലൊരു ഡാർക്ക് കളറായിട്ടുണ്ടാവും. നമ്മുടെ ചെമ്പരത്തിയുടെ ആ ഒരു റെഡ് കളറും നമ്മുടെ തേയിലപ്പൊടിയുടെ ആ ഒരു റെഡ് കളറും കലർന്ന് നല്ലൊരു ടോണറായിട്ട്, നല്ലൊരു എന്താ പറയുക, അത്രയ്ക്കും നമുക്ക് മുടിയിൽ മാറ്റം തരുന്ന ഒരു അടിപൊളി ടോണർ ഇവിടെ നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ്. അതിനുശേഷം ഒരു 15 മിനിറ്റോളം നിങ്ങൾ വെട്ടിത്തിളപ്പിക്കുക കേട്ടോ. അതിനുശേഷം ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ തന്നെ ഒരു അരിപ്പി യൂസ് ചെയ്ത് ഇത് അരിച്ചെടുത്ത് മാറ്റുക. ഇനി നമ്മൾ ഇതിലേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ കുഞ്ഞുള്ളി. ഇനിയിപ്പോൾ കുഞ്ഞുള്ളി നിങ്ങൾക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ വലിയുള്ളി എടുക്കാം. പക്ഷേ രണ്ടിലും സൾഫർ കണ്ടൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിലും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുള്ളിയിലാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുള്ളി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് തന്നെ എടുക്കുക. നമ്മുടെ കൊഴിഞ്ഞ സ്ഥാനത്തൊക്കെ കുഞ്ഞു കുഞ്ഞു മുടികൾ കിളിർത്ത് കൊഴിഞ്ഞു പോയ ഓരോ മുടിയും കംപ്ലീറ്റ് ആയിട്ട് തിരിച്ച് വളരാൻ ഹെൽപ്പ് ചെയ്യുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ കുഞ്ഞുള്ളി. ഇതും ഞാൻ പേഴ്സണലി അറിഞ്ഞതാണ്. കാരണം എൻ്റെ കൊഴിഞ്ഞ് കുറ്റിച്ചൂലായി എന്ന് തന്നെ പറയാം. അങ്ങനെ ഇരുന്ന മുടി കിളിർത്ത് വളരാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് റിസൾട്ട് തന്നിട്ടില്ല. ഞാൻ വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു മാറ്റമാണ് കേട്ടോ ഇത് 3 നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞുള്ളി നമ്മൾ മിക്സിയിലിട്ട് വെള്ളം ഒഴിക്കാതെ തന്നെ അരച്ചെടുക്കുക. അതിനുശേഷം അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്കുക. ആ ഒരു ജ്യൂസ് നമ്മൾ നമ്മുടെ ഈ ഒരു തേയില വെള്ളത്തിലോട്ട് ഒഴിച്ച് കൊടുത്ത് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ആ ഒരു ടോണർ ഇവിടെ പൂർണ്ണമാവുന്നത്. ഇനി ഈ ഒരു ടോണർ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ ഒരു സ്പ്രേ ബോട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. നമ്മളിതിൽ നമ്മുടെ ഉള്ളി ചേർത്തത് കൊണ്ട് തന്നെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ബാഡ് സ്മെല്ല് വരും. ഉള്ളി ഇതിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും പുറത്ത് വയ്ക്കാം. പക്ഷേ
ഉള്ളി ആഡ് ചെയ്തത് കൊണ്ട് തന്നെ ഇത് നമുക്ക് പുറത്ത് വയ്ക്കാൻ കഴിയില്ല, ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ച് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി ഇത് നമുക്ക് മുടിയിൽ പെട്ടെന്നൊരു മാറ്റം തരാൻ, മുടി പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്ത് വന്നിരുന്ന ഒരു ടെക്നിക്കാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പം ഞാനിത് യൂസ് ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നും രാത്രിയിൽ എൻ്റെ സ്കാൽപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുക്കലായിരുന്നു. ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമായിരുന്നു. കാരണം മുടി അത്രയും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ടെൻഷൻ കൂടും, മുടി വളർത്തിയെടുക്കണം എന്നുള്ളൊരു വാശി വരും. അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോണതാണ് കേട്ടോ. അങ്ങനെ റെഗുലറായിട്ട് ഒരു 2 ആഴ്ചയൊക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് എത്ര അത് വലിയ തിരക്കാണെന്നുണ്ടെങ്കിലും ഇത് ഞാൻ മുടക്കാറേ ഇല്ല. എത്ര വൈകിട്ട് ഇപ്പം നമ്മൾ എന്തെങ്കിലും തിരക്കിൽ പെട്ട് രാത്രി 12 മണി ആയാൽ പോലും ഞാൻ ചെയ്ത് വന്നിട്ടുള്ളതായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ സ്കാൽപ്പിൽ ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ തന്നെ വകച്ചിലെടുത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജെന്റിലായിട്ടുള്ളൊരു മസാജും കൂടെ എൻ്റെ സ്കാൽപ്പിന് ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഈ ഒരു ടോണർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടോണർ തട്ടിയെടുത്തൊക്കെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. ഈ ടോണർ തട്ടാത്തിടത്തൊന്നും ഹെയർ ഗ്രോത്ത് ഉണ്ടാവില്ല. അത് ഞാൻ അറിഞ്ഞതാണ് കേട്ടോ. പാച്ചസ് പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ശരിയാണ്, ഇത് തട്ടാത്തടുത്ത് ഹെയർ ഗ്രോത്ത് വന്നിട്ടില്ല, തട്ടിയെടുത്തൊക്കെ നല്ല ഹെയർ ഗ്രോത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാറ്റം വരുത്തി. സ്കാൽപ്പിൽ ഈവൺ ആയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മസാജ് കൊടുക്കും. മസാജ് കൊടുക്കുമ്പോൾ ഈ ടോണർ തട്ടാത്തിടത്തും തട്ടും. അപ്പോൾ ഈവൺ ആയിട്ട് എല്ലായിടത്തും ആവുകയും ചെയ്യും, നമുക്ക് ഒരേപോലെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. അങ്ങനെ കുഞ്ഞു കുഞ്ഞു മുടികൾ കിളിർക്കും. അത് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് വരുമ്പോൾ ഒരു 1 വീക്കൊക്കെ ആകുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു മാറ്റം കണ്ടു തുടങ്ങും. പിന്നെ ഞാൻ ചെയ്തിരുന്നത് സ്കാൽപ്പിൽ മാത്രമല്ല മുടിയിലും സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. മുടി ഫ്രണ്ടിലോട്ട് ഇട്ടതിന് ശേഷം മുടിയിൽ ഫുള്ളായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും. പിന്നെ മുഴുവനായിട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉണങ്ങിയിട്ട് മാത്രമേ നമ്മൾ മുടി കെട്ടിവെക്കാൻ പാടുള്ളൂ. ഈ നനവ് കൊടുക്കനെ തന്നെ നമ്മൾ കെട്ടിവെക്കുകയാണെന്നുണ്ടെങ്കിൽ മുടിക്കായ വരും, ജലദോഷം വരും, പിന്നെ ഹെയർ ഫോൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കോരി ഒഴിക്കുകയൊന്നും അല്ല, എന്നിരുന്നാലും ആ ഒരു നനവ് നമ്മുടെ മുടിയിൽ നിന്ന് ഉണങ്ങണം. അത് മാക്സിമം ഒരു 5 മിനിറ്റ് ഫാനിൻ്റെ ചോട്ടിലിരുന്നാൽ തന്നെ ഫുള്ളായിട്ട് നമ്മുടെ മുടി ഉണങ്ങിയിട്ടുണ്ടാവും. അതിനുശേഷം മുടി നല്ലപോലെ ചീവിയിട്ട് കെട്ടിവെക്കുക. അന്ന് മുതൽ ഇന്ന് വരയ്ക്കും മുടി കെട്ടിവെക്കുന്ന രീതി ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ മെടഞ്ഞിട്ട് തന്നെയാണ്. മെടഞ്ഞിട്ടിട്ടാണ് ഞാൻ എപ്പോഴും മുടി കെട്ടിവെക്കാറ്. ഫ്രീ ഹെയറിലോ ബൺ ചെയ്ത് വെച്ചിട്ടൊന്നും ഞാൻ ചെയ്യാറില്ല. ഈ ഒരു മെത്തേഡ് അത് അന്നും ഇന്നും ഒരേപോലെ തന്നെയാണ്. പിന്നെ രാത്രിയിൽ ഹെയർ കെയർ മാറ്റങ്ങൾ വരുത്താറുണ്ട്. കാരണം പുതിയതായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് അതെൻ്റെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് എൻ്റെ മുടിയിൽ യൂസ് ചെയ്ത് അത് മാറ്റം കിട്ടുന്നുണ്ടോ എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റി ട്രൈ ചെയ്യാറുണ്ട്. എൻ്റെ മുടിയിൽ ട്രൈ ചെയ്ത് എനിക്ക് 100% റിസൾട്ട് കിട്ടുന്നത് മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് തറപ്പിച്ച് പറയാൻ കഴിയും, നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാറ്റം കിട്ടും എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്ത ഈ ഒരു ഹെയർ കെയർ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഈ ഒരു ടോണർ നമ്മൾ രാത്രി ഇട്ട് കെട്ടിവെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ വെറുതെ പച്ചവെള്ളത്തിൽ മുടി കഴുകിയെടുത്താൽ മതി കേട്ടോ. ഷാമ്പൂവിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ മുടി കഴുകാത്ത ദിവസമാണെന്നുണ്ടെങ്കിലും നോ പ്രോബ്ലം, നമുക്ക് ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്ത ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. നിങ്ങൾ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടിയവർ തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ വീഡിയോ. ഇതേപോലുള്ള മറ്റൊരു എഫക്റ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം രമ്യ.